പരം ശാന്തി. മാ ബാബുജിക്ക് കോടിക്കോടി പ്രണാമം. ഇന്നത്തെ വിഷയമാണ് ജേണി ഓഫ് സോൾ. നമ്മുടെ വേദത്തിൽ പറയുന്നത് നമ്മുടെ ബ്രഹ്മാണ്ടത്തെ മൂന്നായി വിഭജിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിനെ ത്രിലോകം എന്നാണ് പറയുന്നത്. അതായത് സ്വർഗലോകം, മൃത്യുലോകം, പാതാളലോകം ഇവയാണ്. ഇത് അസ്തിത്വത്തിൻ്റെ താഴത്തെ, മധ്യം, മേലത്തെ ആയം ആണ്. ഈ മൂന്ന് ലോകം അസ്തിത്വത്തിൻ്റെ 14 ലോകമായി വിഭജിച്ചിട്ടുണ്ട്. 7 ലോകം മേലെ, 7 ലോകം താഴെ. ആദ്യം ഭൂലോകം എന്താണ് എന്ന് നോക്കാം. ഭൂലോകം 5 തത്വത്തിൻ്റെ ഭൗതിക ലോകം ആണ്. മൃത്യുലോകം എന്ന് പറയുന്നു. ജന്മ മൃത്യു പ്രക്രിയയിലൂടെ കടന്നു പോകുകയാണ് ഇവ. ദേഹം വെടിയുമ്പോൾ 5 തത്വത്തിൽ നിന്ന് പൃഥ്വി, ജലം വേർതിരിയുന്നു. 3 തത്വത്തിൽ ഒതുങ്ങുന്നു. അതായത് ആകാശ്, വായു, അഗ്നി. സൂക്ഷ്മശരീരം കുറച്ച് ആയാം വരെ സഹായകരമാകും. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ എന്തുതന്നെ കാണുന്നുവോ അവ മായയാണ് എന്നറിയുക. മായയുടെ പർദ്ദയാണ് എന്നറിയുക. മനുഷ്യന് അഹങ്കാരം, ഇച്ഛ ഉള്ളതിനാൽ ജനന മരണ ചക്രത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ വ്യക്തി ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്നുവോ അതുവരെ ആത്മ ജനന മരണ ചക്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് പൃഥ്വിൻ്റെ നിയമമാണ്. പൃഥ്വിൻ്റെ മേലെയാണ് ഭുവർ ലോകം സ്ഥിതി ചെയ്യുന്നത്. ഇവ സൂര്യനും പൃഥ്വിൻ്റെയും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭുവർ ലോകം 1,00,000 യോജൻ ആണ് ഉള്ളത്. അതായത് 8,00,000 കിലോമീറ്റർ വിസ്തൃതി ഉണ്ട്. ഭുവർലോകത്തിൽ പൃഥ്വിനേക്കാളും അധിക മാത്രയിൽ ആത്മാക്കൾ വസിക്കുന്നുണ്ട്. ഇച്ഛ, സുഖത്തിൻ്റെ മാത്ര, വസ്തുവിൻ്റെ ആസക്തി, ബന്ധങ്ങൾ ഇവ ഉള്ളതിനാൽ 200 കിലോമീറ്റർ ഉള്ളിലെ ഈ ആത്മാക്കൾക്ക് ഉയരാൻ സാധ്യമാകുകയുള്ളൂ. കാരണം വായുതത്വം അധികം മാത്രമായതിനാൽ മേലോട്ടുയരാൻ സാധിക്കില്ല. കാരണം വായുതത്വം ഭാരമുള്ളതാകുന്നു. അതിനാലാണ് ഭൂത പ്രേത യോനിയിലുള്ളവരും ഭൂമിയിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. തമോപ്രധാൻ ആത്മാക്കൾ 1000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആത്മാക്കൾ എപ്പോൾ പവിത്രമാകുന്നുവോ അവർ ഹയർ ഡയമെൻഷനിലേക്ക് പോകുന്നു. ഇവ 1000 കിലോമീറ്റർ മേലെയാണ് ഇരിക്കുന്നത്. മൃത്യുവിന് ശേഷം ആത്മാവിൻ്റെ കർമ്മബന്ധങ്ങൾ സൂക്ഷ്മ ശരീരത്തിൽ ആണ് ഇരിക്കുന്നത്. ഇത് ആത്മയുടെ കൂടെ പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ അധികം ആത്മാക്കളും തമോപ്രധാൻ ആത്മാക്കളാണ്. ഭുവർലോകത്തിൻ്റെ ഹയർ ഡയമെൻഷനിൽ പോകും. ആത്മാ എത്ര ശുദ്ധമാകുന്നുവോ അത്രയും മേലെ ലോകത്തേക്ക് പോകും എന്നറിയുക. ഭുവർലോകത്തിൻ്റെ ഡയമെൻഷനിൽ നിന്ന് സ്വാത്വിക്, പശു ആത്മാക്കൾ കൈലാസ, മാനസ സരോവർ, ബദ്രിനാഥ്, കേദാർനാഥ് ഇതിൻ്റെ മേലെയുള്ള ഓരോ ഗോള ഉണ്ടാക്കി അതിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ സത്പ്രധാൻ വായുമണ്ഡലമാണ് ഉള്ളത്. അതിനാൽ സൂക്ഷ്മ ശരീരത്തിൽ പുരുഷാർത്ഥം ചെയ്ത് ഹയർ ഡയമെൻഷനിലേക്ക് പോകുന്നു. അടുത്തതാണ് സ്വർഗലോകം അഥവാ ഇന്ദ്രലോകം എന്നും പറയുന്നു. ഇത് ഭുവർലോകത്തിൻ്റെ മേലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശാസ്ത്രത്തിൻ്റെ ആധാരത്തിൽ ധ്രുവലോകം സൂര്യലോകത്തിൻ്റെ ഇടയിലാണ്. 14,00,000 യോജൻ 112,00,000 കിലോമീറ്ററിൻ്റെ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല കർമ്മം ചെയ്യുന്നവർക്ക് കർമ്മത്തിനനുസരിച്ച് 3 തത്വത്തിൻ്റെ
ശരീരത്തിൽ സ്വർഗപ്രാപ്തി ഉണ്ടാകുന്നു. സ്വർഗ ലോകത്തിൽ മഹാമായയാണ് എന്നറിയുക. അവിടെ കാമക്രോധ ലോഭമോഹ അഹങ്കാര ഈർഷ്യ ഇവയുണ്ട്. എല്ലാ ദേവീ ദേവതകൾക്കും ഇവയുണ്ട്. ഇവയുടെ സംസ്കാരമാണ് ഇവിടെ ഉള്ളത്. നല്ല കർമ്മത്തിൻ്റെ ഫലം നഷ്ടമാകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തന്നെ വരണം. എന്തെന്നാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദേവീ ദേവതയ്ക്ക് ഹയർ ഡയമെൻഷനിൽ പോകാൻ ഭൂമിയിൽ വന്നേ മതിയാകൂ. കാരണം സ്വർഗലോകത്തിൽ ജ്ഞാനം ഇല്ല, ഭോഗിയാണ്. അതുകൊണ്ടാണ് സ്പിരിച്വൽ നോളജ് ഈ ഭൂമിയിലേ ഉള്ളൂ. ബാക്കി എവിടെയും സ്പിരിച്വൽ നോളജ് ഇല്ല, സ്വർഗത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. അതിനാലാണ് കർമ്മഭൂമി എന്ന് വിളിക്കുന്നത്. ഇവിടെ നിന്ന് കർമ്മപ്രകാരം പുരുഷാർത്ഥം ചെയ്താൽ ഹയർ ഡയമെൻഷനിലോട്ട് പോകാൻ സാധിക്കും. സുഖം, പരം ശാന്തി, പരംധാമിൽ മാത്രമേ കിട്ടുകയുള്ളൂ. സ്വർഗലോകത്തിൻ്റെ മേലെയാണ് മെഹർലോകം സ്ഥിതി ചെയ്യുന്നത്. 10,000 കോടി കിലോമീറ്റർ മേലെയാണ് ഇവ ഇരിക്കുന്നത്. ഇവിടെ മഹാത്മാക്കളാണ് ഈ ഹയർ ഡയമെൻഷനിൽ ഉള്ളത്. ഇവിടെ സമൂഹമായിരുന്ന് തപസ് ചെയ്യുന്നു. ഇവിടെ സപ്തഋഷി, സന്ത്, മഹാസന്ത്, ദിവ്യ ആത്മാക്കൾ, മഹാനാത്മാക്കൾ ആണ് ഇവിടെ ഇരിക്കുന്നത്. തപസ് ചെയ്ത് മെഹർലോകത്തിൽ സപ്തഋഷി, സന്ത്, മഹാഋഷികൾ, സിദ്ധന്മാർ തപസ് ചെയ്യുന്നു. ഇവരുടെ ആയുസ് ഒരു കൽപ്പം ആണ്. ഇവിടെ ശാരീരിക പ്രദർശനത്തിൽ ആകർഷണം ഇവിടെയില്ല. മെഹർലോകത്തിൻ്റെ വാതാവരണം സ്വർഗലോകത്തെക്കാളും പവിത്രമാണ്. മെഹർലോകത്തിൽ സമയത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നു. ഇവിടെ സ്വർഗലോകത്തിലെ ആത്മയേക്കാളും സ്പിരിച്വൽ നോളേജ് ഉള്ളതാണ്. സ്വർഗലോകത്തിലെ ആകർഷണം, സ്വർഗലോകത്തിൻ്റെ ഭോഗ് വിലാസ് ആത്മയുടെ പതനത്തിന് കാരണമാകുന്നു. മെഹർലോകത്തിന് മേലെയാണ് ജനലോകം സ്ഥിതി ചെയ്യുന്നത്. 20 കോടി കിലോമീറ്റർ മേലെയാണ് ധ്രുവനക്ഷത്രത്തിൽ നിന്ന് 20 കോടി കിലോമീറ്റർ മേലെയാണ് ഇവ ജനലോകം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയെപ്പോലെ ഗൃഹസ്ഥാശ്രമത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടുത്തെ ആത്മാക്കൾ ഭോഗ് ഇച്ഛയുടെ ജീവിതം ആഗ്രഹിക്കുന്നില്ല. അവിടെ പുരുഷാർത്ഥം ചെയ്ത് ഇച്ഛ ആയാമം ഹയർ ഡയമെൻഷനിലേക്ക് പോകാൻ പുരുഷാർത്ഥം ചെയ്യുന്നു. ജ്ഞാൻ സാഗരത്തിൽ മുഴുകുകയും ഹയർ ഡയമെൻഷനിലേക്ക് പോകാൻ പ്രയത്നിക്കുകയും ചെയ്യുന്നു. ജനലോകത്തിൻ്റെ ഒരു ദിവസം ഭൂമിയിൽ 100 വർഷത്തിന് സമാനമാണ്. ഇവിടെ മഹാൻ ഗുരു, മഹാസന്ത് ഇവിടെ വസിക്കുകയും ഈ സമയാസമയത്തിൽ ഭൂമിയിൽ തെറ്റുകൾ നടക്കുന്ന സമയത്ത് അവിടെ ദിവ്യപുരുഷനായി അവതരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. ഇവിടെ അനവധി ലെയർ ഉണ്ട്. അതിനാൽ ടൈം, സ്പേസ് ഡിഫറൻ്റ് ആണ്. ഇവിടെ അമ്പലം, ചർച്ച്, മസ്ജിദ്, ഗ്രാമങ്ങൾ എന്നിവ സൂക്ഷ്മജഗത്തിൽ ഉണ്ട്. അവിടെ ഗ്രാമം, മലകൾ, നദികൾ, പുഷ്പങ്ങൾ, ഫലങ്ങൾ എന്നിവയെല്ലാം സൂക്ഷ്മജഗത്തിൽ ഉണ്ട് എന്നറിയണം. ഇവിടെ ഗാലക്സിയിൽ നിന്ന് വരുന്ന ആത്മാക്കൾ ഇവിടെ തങ്ങുന്നു. പ്രകൃതി സുന്ദരം നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതലാണ്. നമ്മുടെ ഭൂമി ഒന്നും തന്നെ അല്ല. ജനലോകത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടുത്തെ ആത്മാക്കൾ അവിടം വിട്ടു പോകാൻ തോന്നില്ല. കാരണം സുഖസമൃദ്ധമാണ് അവിടെ. ജനലോകത്തിൻ്റെ മേലെയാണ് തപലോകം സ്ഥിതി ചെയ്യുന്നത്. ഇത് ധ്രുവതാരയിൽ നിന്ന് 40 കോടി മേലെയാണ് സ്ഥിതി ചെയ്യുന്നത്. തപലോകം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആത്മാക്കൾ
അതിഭയങ്കരമായി തപസ്യ ചെയ്യുന്നു. അതിനാലാണ് ഈ ലോകത്തെ തപലോകം എന്ന് വിളിക്കുന്നത്. ഈ ആത്മാക്കൾ തമ്മിൽ ഭാവന ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇവിടെ ആധ്യാത്മിക് പ്രകൃതി പുരുഷാർത്ഥം ചെയ്യുന്നു. ഹയർ ഡയമെൻഷനിലേക്ക് യാത്രയ്ക്ക് വേണ്ടി ഇവിടെ വിഷ്ണു, ശിവൻ, ദേവി ശക്തിയെ ദൃഢനിശ്ചയത്തോടു കൂടി ധ്യാനം ചെയ്ത് വരികയും അവരുടെ സ്നേഹസാഗരത്തിൽ ലയം ആവുകയും ചെയ്യുന്നു. തപലോകത്തിൻ്റെ 1 വർഷം ഭൂമിയിൽ 10 വർഷമാണ് എന്നറിയുക. സത്യലോകത്തിനെ ബ്രഹ്മപുരി എന്നും വിളിക്കുന്നുണ്ട്. തപലോകത്തിൻ്റെ 1 വർഷം ഭൂമിയിൽ 10 വർഷമാണ്. സത്യലോകത്തിലെ ബ്രഹ്മപുരി എന്നും വിളിക്കുന്നുണ്ട്. ബാബുജി പറയുന്നത് ബ്രഹ്മലോകത്തിന് താഴെയാണ് സത്യലോകം, അതായത് ദിവ്യലോകമാണ് ഈ സത്യലോകം. സൃഷ്ടി സമയത്ത് ബ്രഹ്മാവ് സപ്തഋഷിയെ സൃഷ്ടിച്ച് പൃഥ്വിനെയും ചേർത്ത് ബ്രഹ്മപുരി വരെ 7 ലോകത്തെയും സൃഷ്ടിക്കുന്നു. ഇവിടെ അതിപുരുഷാർത്ഥം ഉന്നതിയിൽ എത്തി നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ആത്മാക്കൾ സത്യത്തെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടാവുകയും ഇവിടെ ബ്രഹ്മത്തിൽ ലയിച്ചവരാണ്. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അവരുടെ ചിന്തകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവില്ല. ബ്രഹ്മത്തിൽ നിന്ന് ദൃഢനിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവിടെയുള്ള ആത്മാക്കൾ. നമ്മുടെ ആത്മയ്ക്ക് ചുറ്റുമുള്ള എല്ലാ റെക്കോർഡും നഷ്ടമാവുകയും ചെയ്യും ഈ സത്യലോകത്തിൽ പോയാൽ. നമ്മുടെ ക്രിയേറ്ററിൻ്റെ, നമ്മുടെ പിതാവിനെ തിരിച്ചറിയുകയും ചെയ്യുന്നു, നിർമ്മാതാവിനെ തിരിച്ചറിയുകയും ചെയ്യുന്നു. ബ്രഹ്മയുടെ 1 സെക്കൻഡ് ഭൂമിയിൽ 1,00,000 വർഷമാണ്. ഇതിനെപ്പറ്റി വിഷ്ണു പുരാണത്തിലും പറയുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രത്തിൽ 7 ലോകത്തിന് മേലെയുള്ള ഹയർ ഡയമെൻഷനെ പറ്റി ഒരു വർണ്ണനയും ഇല്ല. ഇതിനെപ്പറ്റി വിവരിക്കുന്നതായിരിക്കും. ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസായിട്ട് പിന്നീട് പറയും, അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പോൾ 7 ലോകത്തെ ഭൂലോകം തൊട്ട് 7 ലോകം, സത്യലോകം, ബ്രഹ്മപുരി വരെ ഉള്ള കാര്യങ്ങൾ 7 ലോകത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി കൂടുതൽ വീഡിയോ നീണ്ടുപോകും, അതിനാൽ സ്റ്റോപ്പ് ചെയ്യുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരം ശാന്തി.